ദേവദേവൻ മഹാദേവന്റെ സന്തതികളാകുന്ന ചില മൂർത്തികളെ നമുക്കൊന്ന് നോക്കിക്കാണാം. പരമേശ്വരന്റെ സന്താനങ്ങളിൽ പ്രഥമ സന്താനമാകുന്ന മൂർത്തിയാകുന്നു ശ്രീ കാർത്തികേയൻ. താരകൻ എന്ന അതിശക്തനാകുന്ന മഹാസുരൻ ബ്രഹ്മദേവനിൽ നിന്നും ലഭ്യമായ വരം മൂലം ശിവസന്താനത്തിൽ നിന്നും മാത്രമേ തനിക്ക് മൃത്യു പ്രാപ്തമാകുകയുള്ളൂ എന്ന ആ മഹത്തായ വരം നേടിയെടുത്തു. അങ്ങനെ അവൻ സർവദ്രോഹങ്ങളും ചെയ്തു കൂട്ടി മതിച്ച് ജീവിച്ചു. എന്നാൽ അക്കാലത്താവട്ടെ മഹാദേവൻ ബ്രഹ്മചാരിയായി കഴിയും കാലമായിരുന്നു. അങ്ങനെ മഹാദേവൻ സതീമാതാവിനെ വിവാഹം ചെയ്യുകയും ശേഷം സതീവിയോഗം നടക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വീണ്ടും സന്യാസം സ്വീകരിച്ചു. അങ്ങനെ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് അവയ്ക്കെല്ലാം ഇപ്പുറം മഹാദേവനായി സതി പാർവതിയായി പിറവികൊള്ളുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. കാമദേവനെ ഭസ്മമാക്കിയതിന് കാരകയായ പാർവതി മാതാവിനെ രതീദേവി ശപിക്കുകയും ഒരു കുഞ്ഞിന് തൻ്റെ ഉദരത്തിൽ ജന്മം കൊടുക്കുവാൻ സാധിക്കില്ല എന്ന ഉഗ്രശാപം വിധിക്കപ്പെടുകയും ചെയ്തു പാർവതി മാതാവിന്. അങ്ങനെ കുറേ കാലങ്ങൾ തൻ്റെ കഠിനമായ തപസ്സിലൂടെ പാർവതി മാതാവ് തൻ്റെ മഹാദേവനെ സ്വന്തമാക്കി. അപ്പോഴേക്കും തന്നെ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിരുന്നു. സർവപ്രപഞ്ചവും താരകന്റെ ശക്തിയാൽ വലഞ്ഞു. അങ്ങനെ ശിവപുത്രൻ പിറക്കണമെന്ന കാര്യം അത്യന്താപേക്ഷിതം ആയിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ രതീദേവിയുടെ ശാപം അത് പേറിയിരിക്കുന്ന ശിവപാർവതിമാരുടെ സംഗമഫലമായി കാർത്തികേയന്റെ പിറവിക്കായി അഗ്നിദേവനും ഗംഗാദേവിയും ഇരുവർക്കുമായി തുണയായി നിന്നുകൊണ്ട് ശ്രീ കാർത്തികേയൻ പിറവി കൊള്ളുകയും മഹാദേവന്റെ പ്രഥമ സന്താനമായി താരകവധകാരകനായി കാർത്തികേയൻ പിറന്നു. അശോകസുന്ദരി ശിവപാർവതിമാരുടെ സൽപുത്രിയാകുന്ന ദേവതയാകുന്നു അശോകസുന്ദരി. അശോകസുന്ദരിയുടെ പിറവി ഇപ്രകാരമാകുന്നു. ഒരിക്കൽ പ്രേമാദ്രരായി മഹാദേവനും പാർവതി മാതാവും കഴിയും വേള മഹാദേവൻ ശ്രീ പാർവതി മാതാവിനെ നന്ദവനം എന്ന വിശിഷ്ടമായ ശ്രേഷ്ഠവുമാകുന്ന ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകുകയും അവിടെ എത്തിയ പാർവതിയെ മഹാദേവൻ ഒരു വൃക്ഷം കാട്ടിക്കൊടുക്കുകയും ചെയ്തു. പാർവതി, ഇതാകുന്നു ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷം. ഈ വൃക്ഷം പാലാഴിമഥന വേളയിൽ ഉയർന്നു വന്നു. ഇത് ഒരു അതിവിശിഷ്ടമായ വൃക്ഷമാകുന്നു എന്ന് ഭവതി മനസ്സിലാക്കിയാലും ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ വൃക്ഷത്തോട് എന്താഗ്രഹം പറഞ്ഞാലും ഈ വൃക്ഷം ആ ആഗ്രഹം പൂർത്തീകരിച്ചു തരുന്നതാകും. അതിനാൽ തന്നെ അവിടുത്തെ ആഗ്രഹം എന്തെന്നാൽ ഭവതി ഈ വൃക്ഷത്തോട് ചോദിച്ചാലും എന്ന് അങ്ങനെയുള്ള മഹാദേവന്റെ വാക്കുകൾ ശ്രവിച്ച പാർവതി മാതാവ് ആ വേള ഒരു പുത്രിക്കായി ആഗ്രഹിച്ചിരുന്നു. അതിനാൽ തന്നെ അവിടുന്ന് ആ കൽപ്പവൃക്ഷത്തോട് തനിക്കൊരു പെൺകുട്ടിയെ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അതേ പ്രകാരം ആ മഹത്തായ വൃക്ഷം പാർവതി മാതാവിന് നൽകിയ സന്താനമാകുന്നു അശോകസുന്ദരി. അശോകസുന്ദരി പിൽക്കാലത്ത് ചന്ദ്രവംശത്തിലെ പ്രഥമ രാജാവാകുന്ന പുരൂരവസിന്റെ പുത്രനാകുന്ന ആയുസിന്റെ സന്തതിയാകുന്ന നഹുഷനെ വിവാഹം ചെയ്യുകയും ചന്ദ്രവംശത്തിലെ പ്രശസ്ത രാജാവാകുന്ന യയാതി ഉൾപ്പെടെയുള്ള 100 സന്തതികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. അടുത്തതായി ശ്രീഗണേശൻ. ശിവപുത്രനായ 3ാമത്തെ സന്താനമാകുന്നു ശ്രീഗണേശൻ. അദ്ദേഹം പിറവികൊള്ളുന്നത് ഇപ്രകാരമാകുന്നു. ശ്രീ കാർത്തികേയൻ തൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി പുറപ്പെട്ടു. അശോകസുന്ദരി തൻ്റെ ഇഷ്ടവരനെ പ്രാപ്തമാക്കുന്നതിന് ധ്യാനത്തിനായും പുറപ്പെട്ടു. അപ്പോഴേക്കും ശ്രീ മഹാദേവൻ അഘോരമൂർത്തിയായി കൈലാസം വിട്ട് ഗമിക്കുന്ന കാലമായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും കൈലാസത്തിൽ ഏകയായി പാർവതി മാതാവ് വളരെ ദുഃഖിതയായി തീർന്നിരുന്നു. അപ്പോഴേക്കും ഒരു സന്താനമെന്ന ആഗ്രഹത്താൽ പാർവതി മാതാവ് തൻ്റെ ശരീരത്തിൽ സ്നാനവേളയിൽ ലേപനം ചെയ്തിരുന്ന ചന്ദനം, മഞ്ഞൾ മുതലായവയുടെ കൂട്ട് ശേഖരിച്ച് ഒരു ബാലരൂപം നിർമ്മിച്ചെടുക്കുന്നു. ആ രൂപത്തിന് ജീവൻ നൽകുകയും ചെയ്തു. അങ്ങനെ ഗണപതി ഭഗവാൻ പിറവികൊണ്ടു. അടുത്തതായി അയ്യപ്പൻ. പാലാഴിമഥനവേളയിൽ അമൃതമായി പോയ രാക്ഷസന്മാരിൽ നിന്നും അമൃതം നേടിയെടുക്കുവാനായി ശ്രീ മഹാവിഷ്ണു
അവതരിച്ച അവതാരമാകുന്നു മോഹിനി. അങ്ങനെ അസുരന്മാരിൽ നിന്നും അമൃത് കരസ്ഥമാക്കി ദേവന്മാർ അമൃത് സേവിക്കുകയും നിത്യയൗവനയുക്തരായി അമരുകയും ചെയ്തു. അങ്ങനെ യുഗങ്ങൾ കഴിഞ്ഞു. ബ്രഹ്മാവിൽ നിന്നും ഭസ്മാസുരൻ എന്ന അസുരൻ ഒരു വിശിഷ്ട വരം പ്രാപ്തമാക്കി. താൻ സ്പർശിക്കുന്ന ഒരുവൻ, അത് ആരായാലും എന്ത് വസ്തുവായാലും തൻ്റെ സ്പർശനം തട്ടിയാൽ അവ ഭസ്മമായി പോകും എന്ന്. അതിനാൽ തന്നെ ഭസ്മാസുരനെ കൊണ്ട് പൊറുതിമുട്ടി. അപ്പോഴേക്കും മോഹിനി ദേവി വീണ്ടും അവതരിച്ചു, അവനെ വശീകരിച്ചു. അങ്ങനെ അവനെ കൊണ്ട് അവൻ്റെ ശിരസിൽ സ്പർശിക്കുന്നു. അങ്ങനെ അവൻ തന്നെ സ്വന്തം സ്പർശനത്താൽ ഭസ്മമായി തീരുകയും ചെയ്തു. അങ്ങനെ ആ വേള ആനന്ദത്തിൽ മുങ്ങിയ ദേവഗണങ്ങൾ ആനന്ദം പങ്കിട്ടു. ആ വേള ശ്രീ മഹാദേവൻ തൻ്റെ നാരായണനാകുന്ന മോഹിനിയെ ആലിംഗനം ചെയ്തു. അതിലൂടെ പിറവികൊണ്ട സന്തതിയാകുന്നു ഹരിഹരസുതൻ. അന്തകൻ. ഒരിക്കൽ മഹാദേവൻ മന്ദരപർവ്വതത്തിൽ ധ്യാനത്തിൽ ഇരിക്കും വേള മഹാദേവന്റെ ഇരുനേത്രങ്ങളും അടഞ്ഞിരുന്നു. എന്നാൽ ലോകപാലകനായ അഗ്നിനേത്രൻ തൻ്റെ അർദ്ധചന്ദ്രനെ പോലെയുള്ള ആ ത്രിനേത്രം പാതി അടച്ചുകൊണ്ടായിരുന്നു ധ്യാനത്തിലിരുന്നത്. എന്നാൽ ആ വേള ശ്രീ പാർവതി മാതാവ് തമാശ രൂപേണ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഭഗവാന്റെ നേത്രങ്ങൾ തൻ്റെ കരങ്ങൾ കൊണ്ട് ബന്ധിച്ചു. എന്നാൽ അപ്പോഴേക്കും മഹാദേവന്റെ നേത്രത്തിൽ നിന്നും, അതായത് തൃക്കണ്ണിൽ നിന്നും, ഒരു അന്ധനായ അസുര സ്വഭാവമുള്ള പുത്രൻ പിറവി കൊണ്ടു. അവനാകുന്നു അന്തകൻ. മാനസാദേവി. ശിവഭഗവാന്റെ മറ്റൊരു പുത്രിയാകുന്നു മാനസ. ഈ ദേവി ഭഗവാൻ ശിവന്റെ പുത്രിയാണെങ്കിലും അവിടുത്തെ വളർത്തുപിതാവാകുന്നു കശ്യപനും അദ്ദേഹത്തിൻ്റെ പത്നികളിൽ ഒരുവളുമാകുന്ന നാഗമാതാവുമാകുന്ന കദ്രുവും. അതിനാൽ തന്നെ മാനസാദേവി നാഗസഹോദരി എന്നുകൂടി അറിയപ്പെടുന്നു. അടുത്തതായി ജ്യോതിദേവി. മഹാദേവപുത്രനാകുന്ന സുബ്രഹ്മണ്യന്റെ ജനനത്തിന് ശേഷം ശ്രീ പാർവതി മാതാവിൻ്റെ അഗ്നിനേത്രത്തിൽ നിന്നും പിറവികൊണ്ട സന്തതിയാകുന്നു ജ്യോതി. ഈ ദേവിയിൽ നിന്നുമാകുന്നു ശ്രീ സുബ്രഹ്മണ്യന് താരകവധത്തിനായുള്ള ആയുധമാകുന്ന വേൽ രൂപം പൂണ്ടതെന്ന് ശിവപുരാണം പറയുന്നു.